അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊന്നൊരായത്ത് പഠിക്കാം. വൽ മലകു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. ഇവിടെ ഒന്നാമത്തെ അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ മ, പച്ച നിറത്തിൽ ല, ചുവപ്പ് നിറത്തിൽ കു. വൽ മലകു കൂട്ടി എഴുതുമ്പോ വൽ മലകു. നീല നിറത്തിൽ ആ, മഞ്ഞ നിറത്തിൽ ല, പച്ച നിറത്തിൽ ഫതഹ നീട്ടാനുള്ള അലിഫ്, അതിന് മുകളിൽ ഒരു മദ്ദിന്റെ അടയാളം, അതിന് കൂടുതൽ നീട്ടണമെന്ന് അറിയിക്കുന്ന മദ്ദിന്റെ അടയാളം. അലാ അലാ. ചുവപ്പ് നിറത്തിൽ ആ, നീല നിറത്തിൽ റോന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ ജ, പച്ച നിറത്തിൽ അലിഫ്, അതിന് മുകളിൽ മദ്ദിന്റെ അടയാളം. ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ഹ, മഞ്ഞ നിറത്തിൽ അലിഫ്. അർജാഇഹാ അർജാഇഹാ. ഇനി അതിന്റെ താഴെ വരിയിലേക്ക് നോക്കൂ. പച്ച നിറത്തിൽ വ, ചുവപ്പ് നിറത്തിൽ യാ, നീല നിറത്തിൽ ഹാഹ്, ഹായിന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ മീ, പച്ച നിറത്തിൽ ലു. വയഹ്മിലു വയഹ്മിലു. ചുവപ്പ് നിറത്തിൽ ആ, മഞ്ഞ നിറത്തിൽ റോന് സുക്കൂന്, നീല നിറത്തിൽ റോന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ ഷ, അർഷ അർഷ. പച്ച നിറത്തിൽ റോ, ചുവപ്പ് നിറത്തിൽ ഭി, നീല നിറത്തിൽ ക. റബ്ബിക റബ്ബിക. ഇനി അതിന്റെ താഴെ വരിയിലേക്ക് നോക്കൂ. പച്ച നിറത്തിൽ ഫ, ചുവപ്പ് നിറത്തിൽ വാവിന് സുക്കൂന്, നീല നിറത്തിൽ ഓ, മഞ്ഞ നിറത്തിൽ ഹു, പച്ച നിറത്തിൽ മീമിന് സുക്കൂന്. ഫൗഖഹും ഫൗഖഹും. ചുവപ്പ് നിറത്തിൽ യാ, നീല നിറത്തിൽ വാവിന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ മ, പച്ച നിറത്തിൽ ഇ, ചുവപ്പ് നിറത്തിൽ റിൻ. യൗമഇദിൻ കൂട്ടി എഴുതുമ്പോ യൗമഇദിൻ. നീല നിറത്തിൽ സ, മഞ്ഞ നിറത്തിൽ മാ, പച്ച നിറത്തിൽ നീ, ചുവപ്പ് നിറത്തിൽ യാ, നീല നിറത്തിൽ ത്വൻ. സമാനിയത്വൻ കൂട്ടി എഴുതുമ്പോ സമാനിയത്വൻ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സമാനിയ അങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്. ഇനി ഇതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ. വൽ മലകു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. അതിനെ മുസ്ഹഫ് എടുത്ത് നോക്കി ഓതിക്കോളൂ. വൽ മലകു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.